1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാമത് അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാകും. എന്നിട്ട് വായിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഏറ്റവും പ്രസാദകം, അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധി നല്ലതും പ്രസാദകരവുമാകും. ഏതാണ്? പ്രാർത്ഥന, യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. എല്ലാവരും പറഞ്ഞേ, യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. അപ്പോൾ യാചന, പ്രാർത്ഥന. അടുത്തൊരു വാക്കുണ്ട്, എന്താണ്? പക്ഷപാത പ്രാർത്ഥന. പക്ഷപാതം മധ്യസ്ഥ പ്രാർത്ഥനയാണ്, ഇൻ്റർസെഷൻ. സ്തോത്രം, താങ്ക്സ് ഗിവിങ്. അപ്പോൾ ഒരു പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് യാചനകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? പക്ഷപാതം. എല്ലാവരും പറഞ്ഞ് എന്താണ്? പക്ഷപാതം അഥവാ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകും. അപ്പം ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? അതിന് നമുക്ക് ഏറ്റവും വലിയ ഒരു മാർഗദർശി എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. മറക്കരുത വാക്കുകൾ. യാചനയും, പറഞ്ഞേ, യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം. എന്നുള്ള പറഞ്ഞ്, പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് സ്വസ്ഥതയും സാവധാനതയും ഉള്ള ഒരു ജീവിതം ഇവിടെ നയിക്കണ്ടേ? നമുക്കിവിടെ ജീവിച്ചു പോകണ്ടേ? നമുക്ക് ജീവിച്ചു പോകാൻ ഒരു വഴിയേ ഉള്ളൂ. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ജീവിതം പാടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. കാരണം ഈ ഭരിക്കുന്നവർക്കൊക്കെ എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഓരോരുത്തരുടെ അണുവായുധങ്ങളൊക്കെ അവരുടെ കയ്യിലായിരിക്കുക. അവൻ്റെ ഭ്രാന്ത് കയറിയാൽ ഇപ്പോൾ ഇത് പൊട്ടിക്കാനേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ദിവസം രാവിലെ പൊട്ടിക്കണം തോന്നിയാൽ ചിലപ്പം പൊട്ടിച്ചത് തീർന്നു. അപ്പോൾ സ്വസ്ഥതയും സാവധാനതയുള്ള ജീവിതം കഴിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ മാർഗദർശി, റോൾ മോഡൽ, എക്സാമ്പിൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 38 മുതലുള്ള റോമാലേഖനം 8-ാം. ഇത് സംബന്ധിച്ച് നാം എന്ന് പറയേണ്ടു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കുക, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവിടത്തോടു കൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവിടുന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവിടുന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ഇത് ഈ യോഗത്തിൻ്റെ പേരെന്താ? 21 ദിന ഉപവാസ പ്രാർത്ഥന. സമ്മതിച്ചേ? 21 ദിന ഉപവാസ പ്രാർത്ഥനയാണ്. 21 ദിന പ്രസംഗ മഹോത്സവം എന്നാണോ? അല്ല. 21 ദിന എന്താണ്? ഉപവാസ പ്രാർത്ഥനയാണ്. പക്ഷേ പലപ്പോഴും
ഈ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന എല്ലാം നടക്കുന്ന ഒരു കുഴപ്പം, പാട്ട് വർഷിപ്പുണ്ട്, പ്രസംഗമുണ്ട്. പ്രസംഗത്തിന് 1.5 മണിക്കൂർ കൊടുക്കും, അല്ലെ 2 മണിക്കൂർ കൊടുക്കും, ചില 3 മണിക്കൂർ എടുക്കും. എങ്ങനെ ആയാലും പ്രസംഗമുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല. ആൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും. അപ്പം നമുക്ക് ഉപവാസ പ്രാർത്ഥന എന്നുള്ളതൊന്ന് പെട്ടെന്ന് നല്ലതാണ്. കാരണം പലരും എന്തും അല്ലതാനും. ഒത്തിരി 1-2 പേരൊക്കെ, കുറച്ച് പേര് കാണും ഉപവസിക്കുന്നത്, ഭൂരിപക്ഷം എന്തല്ല, ഉപവാസമല്ല. അത് പോട്ടെ, എന്നാലും ആരോടെ ആരോഗ്യം. ഉറക്കെ പറഞ്ഞേ, ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ? ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഉപവാസവും പ്രാർത്ഥനയുമാണ് പ്രാർത്ഥന. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവിടുന്ന് നമുക്ക് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന? പക്ഷപാതം ചെയ്യും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? പക്ഷപാതം ചെയ്തുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് പക്ഷപാതം ചെയ്യാൻ കഴിയുക? എബ്രായത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു, എല്ലാത്തിലും ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അപ്പം നമ്മൾ മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളും മനുഷ്യാവതാരം എടുത്ത് അനുഭവിച്ച ഒരാളാണ് ആര്? ക്രിസ്തു. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. മനുഷ്യൻ കടന്നു പോകുന്ന ദാരിദ്ര്യവും പ്രയാസവും രോഗവും ദുഃഖവും എതിർപ്പുകളും ശരീരത്തിൻ്റെ കഷ്ടങ്ങളും എല്ലാം അനുഭവിച്ച ഒരാളാണ് ആര്? ക്രിസ്തു. ഈ അനുഭവിച്ചവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരിക്കൽ പോലും വിശപ്പറിയാത്ത ഇന്നത്തെ മനുഷ്യരുടെ പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നമാണ്, അവർക്ക് വിശപ്പ് അറിയത്തില്ലെന്നറിയാം. കാരണം വിശക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല. രാവിലെ കഴിക്കുന്നു, സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കൊരു സാധനം കൊടുത്തു വിടും. എന്താ? സ്നാക്സ്, ബ്രഞ്ച് എന്നൊക്കെ അതിനെ പറയുക. ബ്രഞ്ചും അല്ല ലഞ്ചും അല്ലാത്തൊരു സാധനം. ഉച്ചയാകുമ്പോൾ എന്തുണ്ട്? ലഞ്ചുണ്ട്. 4 മണിക്ക് വീട്ടിൽ വരുമ്പോൾ എന്തുണ്ട്? എന്തെങ്കിലുമൊക്കെ കൊടുക്കത്തില്ലേ? കൊടുക്കും. പിന്നെ വൈകുന്നേരം എന്തുണ്ട്? അത്താഴമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോ അറിയത്തില്ല, വിശപ്പറിയത്തില്ല. വിശപ്പറിയാത്തവനോട് വിശപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. വിശപ്പറിയാവുന്ന ഒരാളുണ്ട്, ക്രിസ്തുവ. 30-ാമത്തെ വയസ്സിൽ ഉപവാസം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? വിശന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നോ കൊടുക്കാൻ? ഇല്ല. സാധാരണ കൊടുത്ത് കല്ലപ്പമാക്കാൻ പറഞ്ഞു. 40 ദിവസം ഉപവാസം കഴിഞ്ഞവനെ കഞ്ഞി കൊടുത്താൽ ദഹിക്കത്തില്ല. പൊറോട്ടയും ചിക്കനും കൂടെ തിന്നാമോ? 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ദഹിക്കത്തില്ല. അവർക്ക് കഞ്ഞിയാണ് കൊടുക്കുക, അതും നല്ലപോലെ വേവിച്ചു. അതും നിറച്ച് കഴിക്കരുത്, കുടലെല്ലാം ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് 1-2 സ്പൂൺ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിച്ചൊക്കെ വികസിച്ച് വരുന്നത് ലൈറ്റായിട്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പം കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. കഞ്ഞി കുടിച്ചാൽ ദഹിക്കത്തില്ല, പിന്നെ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് വിശപ്പറിയാവുന്ന ഒരാളുണ്ട്. ആരാ? ക്രിസ്തു. വിശന്നവനെ അവനെ മനസ്സിലാക്കുന്ന കഴിയും. അതുകൊണ്ട് തന്നെ വിശക്കുന്നതിൻ്റെ മുമ്പിൽ കർത്താവ് അപ്പമാകും. അന്ന് വിശപ്പറിയാം. പൈസയുടെ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട്. നാളെ കരമടയ്ക്കണ്ടേ? 10 ദിവസം ഉറപ്പിക്കുക. നാളെ കരമടച്ചില്ല പ്രശ്നമാണ്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നീ പോയിട്ട് ഒരു ചൂണ്ടയെടുത്തുകൊണ്ട് പോകും, ഇവിടെ കെട്ടും. നിൻ്റെയൊക്കെ എന്താ ചതുർദ്രഹ്മ പണം അതെടുത്തിട്ട് എൻ്റെ നിൻ്റെ എന്ത് കൊടുത്തോ? കരമടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ലാഞ്ഞ കൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ടറിയാം. എല്ലാ ബുദ്ധിമുട്ടുകളും ഒരുപോലെ അറിയുന്ന ഒരാളുണ്ട്. ആരാ? ക്രിസ്തു. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ ഒക്കുന്ന ഒരു വാക്കാണ് ഭ്രാന്താന്ന് വിളിച്ചത്. അവന് വട്ട. ക്രിസ്തുവിനെ അവർ ഭ്രാന്താന്ന് പറഞ്ഞു. അതും ബന്ധുക്കളാണ് പറഞ്ഞത്. അവന് ബയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കണം. അതുകൊണ്ട് അവരവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നു. ഹീസ് ബിസൈഡ് ഹിംസെൽഫ്. അവന് ഭ്രാന്ത, പൈത്യക്കാരനാണ്. അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ നോക്കുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് വട്ടാന്ന് പറയുക. വട്ടാന്ന് പറയുന്നവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ജീവിതത്തിൽ വട്ടാന്ന് വിളിക്കപ്പെട്ട ഒരാൾ. അവിടെ നടന്നു പോയ വഴിയിലൊക്കെ അവർ പറഞ്ഞു പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും സങ്കടങ്ങളെ കാണാൻ കഴിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നമുക്ക് പക്ഷപാതം ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, സകലമാന മനുഷ്യരും സങ്കടങ്ങൾ പറയാനെത്തുന്ന ആളെടുക്കലാണ്.
കർത്താവിൻ്റെ അടുക്കല. സകലമാന മനുഷ്യനും കരയുന്ന ആരുടെ അടുക്കല? കർത്താവിൻ്റെ അടുക്കല. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ കരയുക? കണ്ണീരിനെ ഗൗരവമായി കാണുന്നതിൻ്റെ മുമ്പിലേ മനുഷ്യൻ കരയത്തുള്ളൂ. സ്ട്രീറ്റ് ചിൽഡ്രനാ, തെരുവ് പിള്ളേരെയൊക്കെ നമ്മൾ നോക്കിക്കണം. അമ്മമാർ തട്ടി വീണാലോ എഴുന്നേറ്റങ്ങ് പോകും. കാരണം അവർ കിടന്ന് കരയത്തൊന്നുമില്ല. തെരുവ് പിള്ളേർ തട്ടി വീണ ആര് നോക്കാനാണ്? പക്ഷെ നമ്മുടെയൊക്കെ നിലത്ത് വീണാൽ കണ്ടിട്ടില്ലേ? കണ്ടെന്ന് തോന്നിയാൽ പിന്നെ കിടന്നുരുളും. കണ്ടില്ലേ അതും എഴുന്നേറ്റ് പൊക്കോളും. കണ്ടാലോ പിന്നെ വരണം, എടുക്കണം, തൂക്കണം. ആ നിലത്തിട്ട് 3 ചവിട്ടൊക്കെ കൊടുക്കുന്നതാണ്. എന്തിനാണെന്നറിയത്തില്ല. അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ്. എന്തുകൊണ്ടാണ് പിള്ളേർ കരഞ്ഞത്? നമ്മളും പറയും കണ്ടതിൻ്റെ മൂച്ച. കണ്ടില്ല കാണാത്തവർ കരച്ചിൽ കാണാൻ ആളില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? കരയത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുമ്പിൽ കരയുക? ക്രിസ്തുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ കരയുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എല്ലാ കണ്ണീരിനെയും ഗൗരവമായി കാണുന്ന ഒരാളേ ഉള്ളൂ, കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്ത്രീയെ, നീ എന്തിനെയാണ് തിരയുന്നത്? നീ ആരെയാണ് തിരയുക? നീ എന്തിനാണ് കരയുന്നത്? നീ എന്താണ് തിരയുന്നത്? നീ എന്താണ് കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: നീ എന്തിനാണ് കരയുന്നത്? കാരണം സ്ത്രീയോടാണ് ചോദിക്കുക. കർത്താവിനും അറിയാവുന്നൊരു കാര്യമുണ്ട്. സ്ത്രീ കരയുന്നത് എന്തിനാണെന്ന് പലപ്പോഴും സ്ത്രീക്ക് പോലും അറിയത്തില്ല. എന്തോ അവളെ എന്തു ചെയ്യും? കരയിപ്പിക്കും. എന്നും കരയിക്കണം. സീരിയൽ കണ്ടു അവളെന്ത് ചെയ്യും? കരയും. ആകാശദൂത് എന്ന സിനിമ കണ്ടപ്പോൾ അവൾ കരഞ്ഞു. കേരളത്തിലെ മുഴുവൻ സീരിയലുകളും വിജയിച്ചതും അവൾ കരഞ്ഞതുകൊണ്ടാണ്. അപ്പം എന്തോ അവളെ എന്തു ചെയ്യും? കരയിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുന്നു. അതുകൊണ്ട് അവിടെ കണ്ണീരിനെ ആരും കാണാറില്ല. കെട്ടിയവൻ്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ പറയും, തൻ്റെ വീടിനെ മൂക്കണ്ണീരൊരിപ്പിക്കുക, അയ്യേ മുങ്ങിക്കണ്ണി നടക്കുന്ന ചവിട്ടി വെച്ച് കൊടുക്കണമെന്ന് പറയും. പിള്ളേരുടെ മുമ്പിൽ കരഞ്ഞാൽ അറിയാം, അമ്മയ്ക്ക് കരഞ്ഞ് കാര്യം സാധിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് തിരയുന്നത്? ഇതുമാത്രം കണ്ണീരിനെ ഗൗരവമായി കാണുന്ന ആരാ ഉള്ളത്? അതുകൊണ്ടാണ് ഈ മനുഷ്യർ മുഴുവൻ ചെന്ന് കരയുന്നത്. ഒരാളുടെ അടുക്കൽ, ക്രിസ്തുവിൻ്റെ അടുക്കൽ. ചിലപ്പോഴൊക്കെ കാണാൻ പോകുന്ന വഴികളിലൊക്കെ കുരിശിൻ്റെ മുമ്പിലൊക്കെ ഇന്ന് വല്ലാതെ കരയുന്ന സഹോദരങ്ങൾ. നമുക്ക് രൂപാരാധനകളിൽ നാം വിശ്വസിക്കുന്നില്ലെങ്കിലും അതിനാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവർ കരയുക. ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. കണ്ണീരിനെ ഗൗരവമായി ആര് കാണും? കർത്താവ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം അനുഭവിച്ച കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? മധ്യസ്ഥ അണയ്ക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മധ്യസ്ഥതയ്ക്ക് ഉദാഹരണമെന്ന് പറയുന്നത്, റോൾ മോഡൽ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കർത്താവ് തന്നെയാണ്. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരകാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേരത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തേലത്തിൽ. കർത്താവേ, നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ
ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാതാര ജീവിയായി നീ ഭൂലോകത്തെ. ഓ കർത്താവേ, നിൻ എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപമേനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. ഓ വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ, നിൻ രൂപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധു കരങ്ങളെല്ലാം ഉയർത്തി. സങ്കേതമാ ഭൂലോകത്തിൽ നീ മാത്രമേ. ചങ്കിൽ ചോരാഗദശമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ. ചങ്കിൽ ചോരാഗദശമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ തുള്ളി തുള്ളി വിയർത്തതാ ദൈവകോപം നീങ്ങിപ്പോയി. തുള്ളി തുള്ളി വിയർത്തതിനാൽ ദൈവകോപം നീങ്ങിപ്പോയി. ക്രൂശിന്മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. ക്രൂശിന്മേൽ നീ കൈകാലുകൾ ആണിയേറ്റു കരയും നേരം. നരകത്തിൻ്റെ തിരമാലയിൽ നിന്നോരാരെ രക്ഷിച്ചു നീ. നരകത്തിൻ്റെ
നിന്നെയെല്ലാം രക്ഷിച്ചു നീ. ഓ തേജസ്സിന്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവ്വസമേ തേജസ്സിന്റെ കർത്താവേ പ്രാണപ്രിയ സർവസ്വമേ ഗലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നീ. ഇരുകരങ്ങൾ ഉയർത്തി പാടിയേ. ഗലീലേയരിൻ സങ്കേതമേ വീണ്ടും വേഗം വന്നീടണേ. അരകാശിനോ മുതലില്ലാതെ തലചായി പാനും സ്ഥലമില്ലാതെ അരക്കാശിന്നു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാം. കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. ഇഷ്ടം പോലെ എന്തും ചെയ്യാം. കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. കർത്താവേ നിൻ രൂപമേ നീ എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ നിൻ അപ്പാ രൂപം ഏനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലോ ഭൂമി ഇതുപോലില്ലോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. തേജസ്സിന്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവ്വസമേ തേജസ്സിന്റെ കർത്താവേ പ്രാണപ്രിയ സർവസ്വമേ ഗലീലേരിൻ സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. എല്ലാരും പ്രാർത്ഥിക്കാം. വീണ്ടും ഇതുപോലെ എല്ലാ മനുഷ്യരെ അറിയാൻ കഴിയുന്ന ഒരുവനും ഇല്ല കേട്ടോ. ഗലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. ഗലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. ഓ കർത്താവേ നിൻ രൂപമേ നീ എല്ലായ്പ്പോഴും സന്തോഷമേ. ഓ കർത്താവേ നിൻ രൂപം ഏനി എല്ലായ്പ്പോഴും സന്തോഷമേ.
സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സാത്താനെ നീ തോൽപ്പിച്ചവേ, സർവായുധം കവർന്നല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ, സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. എല്ലാം അറിഞ്ഞ, എല്ലാം അനുഭവിച്ച, എല്ലാം ശീലിച്ച ഒരുവനുണ്ട്, നസറേയനായ യേശു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത, സകല മനുഷ്യരെയും അറിയാൻ കഴിയും, സകല മനുഷ്യരെയും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ലോകമെമ്പാടും എല്ലാവരും അവരുടെ സങ്കടങ്ങൾ അവിടുത്തോട് പറയുക. മുഴുവൻ പേരെ അറിയാൻ കഴിയുന്ന 33 വർഷത്തെ കൊച്ചു ആയുസ് കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളിലൂടെയും കടന്നുപോയ, ചെറുപ്പത്തിൻ്റെ നല്ല യൗവനത്തിൽ മരണത്തിൻ്റെ വേദന ആവോളം അനുഭവിച്ച, വിശപ്പിൻ്റെ രുചി അറിഞ്ഞ, ഒറ്റപ്പെടൽ അനുഭവിച്ച, ഭ്രാന്തനെന്ന് വിളി കേട്ട, ആക്ഷേപിക്കപ്പെട്ട, ചാട്ടവാർ കൊണ്ടടിയേറ്റവൻ, മുഖത്ത് തുപ്പലേറ്റവൻ, ഇന്നലെ എല്ലാവരും ജയം വിളിച്ചിട്ട് അടുത്ത ദിവസം നിന്നെ വേണ്ടെന്ന് പറഞ്ഞവൻ, സകലരെ അറിയാൻ കഴിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് മധ്യസ്ഥനായി മാറുന്നത്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക മധ്യസ്ഥൻ യേശു. പക്ഷെ എന്തുകൊണ്ടാണ് മധ്യസ്ഥ അണയ്ക്കാൻ കഴിയുന്നത്? ഒരുവൻ ചെന്ന് സങ്കടം പറയുമ്പോൾ ഒരിക്കലും പറയില്ല നിനക്ക് വേറെ പണിയില്ല. ഒറ്റ പെട്ടുപോയ മനുഷ്യർ അവരുടെ വേദനകൾ ചിലപ്പം കേൾക്കുമ്പോൾ ഹന്ന കരയുക. അവളുടെ ശബ്ദം പുറത്തു വരാനില്ല. പുരോഹിതൻ ചെയ്തത് അവൾ മദ്യപിച്ചെന്ന് ഓർക്കുക. പക്ഷെ ഞരക്കം പോലും തിരിച്ചറിയുന്ന ഒരുവനുണ്ട്, യേശുവ. ഒരു കുരുടൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര. ഈ ബഹളങ്ങൾക്കിടയിൽ അവൻ്റെ ശബ്ദം ആര് കേൾക്കാൻ? പക്ഷെ അതും കേട്ടവൻ. തിരക്കുകൾക്കിടയിൽ ഒരുവൻ ഓടി കാട്ടത്തിന്മേ കയറി, ആര് ശ്രദ്ധിക്കാൻ? പക്ഷെ അവിടെ വന്നപ്പം മേപ്പോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി ഇറങ്ങി വാ. 2 പെങ്ങന്മാരുടെ കരച്ചിൽ കണ്ടിട്ട് അവിടെ ചെന്ന് അവരോടൊപ്പം കരഞ്ഞു. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി നീ മാത്രമേ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവരെ വരെ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്തു. എല്ലാ സങ്കടങ്ങളും അവനോട് പറയാം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു വാചകമാണ് ഹന്നായുടെ. അവൾ അവിടെ ഹൃദയം ദൈവസന്ധി പകരുകയാണ്. ഹൃദയം പകരുന്നത് പ്രാർത്ഥന. കണ്ണടച്ച് ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം എല്ലാവരെയും കേൾക്കാൻ അവിടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സകലരെയും കേൾക്കാൻ
നിങ്ങളെ സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. സന്തോഷവും സുഖമൊക്കെ ഉള്ളവർ പല വഴികളിൽ പോകും. ജീവിതത്തിൻ്റെ 1000 വേദനകളിൽ അങ്ങ് മാത്രമെന്നുള്ളവർക്ക് അവിടുത്തെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കും. സാധുക്കൾക്ക് സങ്കേതമായി ഇന്ന് അവനോടുണ്ട്. എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം പറയാം, എല്ലാം കേൾക്കും. പ്രജഡീസില്ലാതെ, മുൻവിധികളില്ലാതെ കേൾക്കും. മുൻവിധികളില്ലാതെ ഉത്തരമല്ലോ. പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ സകല വേദനകളെയും പ്രിയൻ്റെ അടുക്കലോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അവരവരുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾ പോലെ 1 മിനിറ്റ് പ്രാർത്ഥിച്ച് എല്ലാ വേദനയും അവനോട് പറഞ്ഞ്, എല്ലാ വേദനയും പറഞ്ഞ്. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രം. സാധു